ഈ വാർത്താലാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഠിച്ച സന്ദർഭം ഉണ്ടല്ലോ, അതായത് പെൻമേം സ്യാഖി ഫർവാനി കേലിയെ ദോനോ, അത് നിങ്ങൾ എഴുതേണ്ട, അത് പുസ്തകത്തിൽ നോക്കി അടയാളപ്പെടുത്തിയാൽ മതി. പെൻമേ സ്യാഖി ഫർവാനി കേലിയെ ദോനോ ദൂക്കാൻ ബർ ബഹുഞ്ചി, രണ്ടുപേരും കടയിൽ ചെന്നു. നൈ സ്യാഖി ഫർവാനി കേലി, പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി. ആ ഭാഗം കിടപ്പുണ്ടല്ലോ, കിടപ്പുണ്ടോ? കണ്ടോ? ആ ഭാഗത്തിന്റെ അവിടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇസ് പ്രസംഗ കെ ആധാർ പർ വാർത്താലാപ്പ് തയ്യാർ കീജിയെ. ആരൊക്കെ തമ്മിലുള്ളതാ? ദുക്കാൻദാർ, ബേല ഓർ സാഹിൽ. ദുക്കാൻദാർ, ബേല ഓർ സാഹിൽ കെ ബീച്ച് ക വാർത്താലാപ്പ് തയ്യാർ കീജിയെ എന്ന് അത് നിങ്ങൾ തയ്യാറാക്കേണ്ടതാണ്. ഇനി സാറ് പട്കഥ നിങ്ങൾക്ക് തയ്യാറാക്കി തരികയാണ്. പട്കഥ രണ്ട് ഭാഗങ്ങളായിട്ടാണ്, ഒന്ന് ദൃശ്യവും രണ്ടാമത് സംവാദവും. അത് മനസ്സിലായോ? ദൃശ്യവും സംവാദവും. അപ്പൊ ദൃശ്യത്തിൽ വരേണ്ട കാര്യങ്ങൾ പറയുകയാണ്. സ്ഥാൻ വേണം. അവിടെ സ്ഥാൻ എവിടെയാണ് നമ്മൾ പോയത്? ഫുലേറ ജംഗ്ഷൻ. നമ്മൾ എവിടെ പോയത്? ദൂക്കാൻ. ദൂക്കാനിൽ പോയത് എവിടെയാ? ഫുലേറ ജംഗ്ഷനിലുള്ള ദൂക്കാനിലാണ് പോയത്. സമയം സബേരെ 9 ബജെ. സബേരെ 9:30 ബജെ എഴുതിക്കും മക്കളെ. 9 ബജെ മാറ്റിയിട്ട് 9:30 ബജെ, 9:30 അവർ പോയത്. പാത്ര, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അടുത്ത വേണ്ടുന്നത് കഥാപാത്രങ്ങൾ. സാഹിൽ, ബേല ഓർ ദുക്കാൻദാർ. ആരൊക്കെ വേണം? സാഹിൽ, ബേല ഓർ ദുക്കാൻദാർ. നെക്സ്റ്റ് ദൃശ്യക്കാ വിവരൺ, ദൃശ്യത്തിന്റെ വിവരണം വേണം. അപ്പം സാഹിൽ ഓർ ബേല ഛാത്ര ഹെ, दोनों स्कूल जा रहे हैं. रास्ते में दोनों सागिल की कलम में स्यागी फरवाने के लिए दुकान पर जाते हैं. അവർ എവിടെ എത്തിച്ചേർന്നു? ദുക്കാൻ, കടയിൽ എത്തിച്ചേരുന്നു. മനസ്സിലായോ? സ്ഥാൻ ഫുലേറ ജംഗ്ഷൻ, സമയം സബേരെ 9 ബജെ, പാത്ര സാഗിൽ, ബേല ഓർ ദുക്കാൻദാർ. ഇനി സാഗിൽ ഓർ ബേല ഛാത്ര അവർ ആരാണ്? വിദ്യാർത്ഥികളാണ്. ദോനോം സ്കൂൾ ജാ രഹേ ഹെ, കാം ജാ രഹേ ഹെ, സ്കൂളിൽ പോവുകയാണ്. രാസ്തേമേം, വഴിയിൽ അവർ ദോനോം സാഹിൽ കി കലമ്മേം സ്യാഹി ഫർവാനെ കേലിയെ, സാഹിലിന്റെ പേനയിൽ മഷി നിറയ്ക്കുവാൻ വേണ്ടി ദുക്കാൻ പർ ജാത്തെ ഹെ, കടയിലേക്ക് പോവുകയാണ്. ഇനി സംവാദം നോക്കിക്കേ. സംവാദ്. ദുക്കാൻദാർ, അരേ ക്യാ ചാഹിയേ. ഇപ്പൊ ബേല പറഞ്ഞു, ജി ഏക് പെൻ സ്യാഹി ഫർ ദീജിയേ. ബേലയാ പറഞ്ഞത്. സാഹിൽ കി പഹലേക്ക് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചു, കിതാബ് പഠിത്തേ സാഹിൽ കി പഹലേക്ക് ബേലാനെ കഹ, സാഹിലിനേക്കാൾ മുമ്പേ ബേലയാ പറഞ്ഞത്. അപ്പം ജി ഏക് പെൻ സ്യാഹി ഫർ ദീജിയേ, ഒരു പേന മഷി നിറച്ചു തരാമോ? ദുക്കാൻദാർ പറഞ്ഞു, ബേട്ടാ സ്യാഹി ക ബോത്തൽ അഭി അഭി കാലി ഹോ ഗയി ഹേ. ബേട്ടാ സ്യാഹി की बोतल अभी अभी काली हो गई है. സാഹിൽ, अभी न मिल जाएगी. ഇപ്പോൾ കിട്ടത്തില്ല, ഇന്ന് കിട്ടത്തില്ല. ഇന്ന മിൽ ജായേഗി, കൽ ഹി മിൽ പായേഗി, നാളെ കിട്ടും. കൽ ഹി മിൽ പായേഗി. ഇപ്പൊ ബേല പറഞ്ഞു, പെൻകി സ്യാഗി ഉസിനെ സെമീൻ പർ ചിടക്ക് ദിയ. നമ്മൾ പറഞ്ഞില്ലേ, ഉസിനെ തോ പെൻമേം ജോ സ്യാഗി ദി വക സെമീൻ പർ ചിടക്ക് ദിയ. പുസ്തകത്തിലെ അതേ വരികൾ എഴുതിയാലും മതി. മനസ്സിലായോ? ഇസ്നെ തോ പെൻമേം ജോ സ്യാഗി ദി വക സെമീൻ പർ ചിടക്ക് ദിയ. പെൻകി സ്യാഗി ഉസിനെ സെമീൻ പർ ചിടക്ക് ദിയ. दुकानदार जो बादल को देखकर खड़े को नहीं डुलाना चाहिए. बादल को देखकर खड़े को नहीं डुलाना चाहिए. സാഹിൽ മേരി ഗലത്തി ഹേ, എന്റെ തെറ്റാണ്. സാഹിലല്ലേ ചെയ്തത്? നൈ സ്യാഗി ഫർവാനിക്ക് ഇച്ചാമേം ജോ സ്യാഗി പെൻമേം ആ വക സെമീൻ പർ ചിടക്ക് ദിയ. ജോ സ്യാഗി പെൻമേ ദിയ വക സെമീൻ പർ ചിടക്ക് ദിയ. ഭൂമിയിൽ അങ്ങ് കുടഞ്ഞു കളഞ്ഞത് സ്യാഗില. അതുകൊണ്ടാ പറഞ്ഞത് മേരി ഗലത്തി ഹേ, എന്റെ തെറ്റാണ്. ദുക്കാൻദാർ, ഹാ कौन सी में पढ़ते हो? कौन सी में पढ़ते हो? ഏത് ക്ലാസ്സിലാ? कौन सी में पढ़ती हो? സാഹിൽ 5वीं में. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, ബുരേ മൻസെ ബതായ, ബുരേ മൻസെ 5वीं में സാഹിൽ പറഞ്ഞു. ദുക്കാൻദാർ എന്നറ എന്താ ചോദിച്ചത്? ദോനോ, രണ്ടുപേരും. ബേല പറഞ്ഞു, ഹാം ദോനോ, ഹം ദോനോ കാ ഭി സെഷൻ ഏക് ഹേ. ഏ സെഷൻ മേ ഹേ, ഏക് ഹി സെഷൻ മേ ഹേ. ഞങ്ങൾ ഒരു ഡിവിഷനിലാണ്. एक ही सेशन में है. डिवीजन का नाम क्या? ए डिवीजनिലാണ്. പുസ്തകത്തിൽ കിടപ്പുണ്ട്, അത് എഴുതാം. हम दोनों एक ही सेशन में है. ए സാഹിൽ ചോദിച്ചു, हम दोनों अच्छी तरह पढ़ते हैं.
സാഗിൽ. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം പഠിക്കും, അത് എഴുതിയില്ലേലും കുഴപ്പമില്ല. ബാക്കി വാ. ബേല സാഗിൽ സ്കൂൾ മെയിൻ ഖടി ബജി ഹെ. അവിടെ ബേല പറയുന്നതായിട്ട് വേണ്ട, അത് പിന്നെ സ്കൂൾ മെയിൻ ഖടി ബജി, ആ സ്കൂളിൽ ബെല്ലടിച്ചു. ജൽദി ജാന, പെട്ടെന്ന് പോകണം. പിന്നെ ദുക്കാൻദാർ പറഞ്ഞു അച്ഛാ അച്ഛാ ജാओ ജാओ ജാओ, പൊയ്ക്കോ പൊയ്ക്കോ. അപ്പം ദോനവും കഹാം കി ഓർ ജാത്തേക്ക്, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ദൃശ്യത്തിന്റെ ഭാഗത്ത് എഴുതാം. ദോനവും എങ്ങോട്ട് പോകുന്നു? സ്കൂൾ കി ഓർ ജാത്തേ ഹെ, ദുക്കാൻ സെ, കടയിൽ നിന്നും സ്കൂൾ കി ഓർ ജാത്തേ ഹെ, സ്കൂളിന്റെ ഭാഗത്തേക്ക് പോകുന്നു. ദോനവും ബച്ചേ, രണ്ട് കുട്ടികളും. മനസ്സിലായോ? അപ്പം ഈ ഭാഗം ഭംഗിയായിട്ട് പഠിക്കണം. ഈ ഭാഗത്തിന്റെ വാർത്താലാപ്പ് നിങ്ങൾ തയ്യാറാക്കണം. ഈ സംവാദം തന്നെ വാർത്താലാപ്പായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനകത്ത് ചെറിയ വേരിയേഷൻ പുസ്തകം നോക്കി വരുത്തിയാൽ മതി. പുസ്തകത്തിൽ കിടക്കുന്ന അതുപോലെ വാർത്താലാപ്പ് തയ്യാറാക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ നമ്മുടെ പട്കഥ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. നല്ല ഭംഗിയായിട്ട് പട്കഥ പഠിക്കണം. സ്കൂളിലെ ഒരു അധ്യാപകനാണ് ഗണിത് കെ മാട്സാഗപ്പ്. സുരേന്ദർ ജി കാ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ. അവിടുത്തെ ഗണിത് കെ മാട്സാഗപ്പിന്റെ പീരീഡാണ്, സുരേന്ദ്ര മാട്സാഗപ്പിന്റെ പീരീഡാണ്. ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ. ബच्चे ഉൻസെ കാമ്പത്തെ ദേ. ഗണിത് മാസ്റ്റർജിയെ എല്ലാവർക്കും പേടിയില്ലയോ? അതുപോലെ ഇവിടെ കുട്ടികൾ വിറയ്ക്കുമായിരുന്നു അദ്ദേഹത്തെ കാണുമ്പോൾ. അപ്പൊ സുരേന്ദ്ര മാസ്റ്റർജി കാ പീരീഡ് കബ്, എപ്പോഴാണ്? ഖേൽ ഖണ്ഡി കെ ബാദ്, ഡ്രിൽ പീരീഡിന് ശേഷമാണ്. बच्चे उनसे कामते थे और खेल खड़ी, इसलिए खेल खड़ी बंद होने से 2 मिनट पहले, खेल खड़ी बंद होने से ഈ ഡ്രിൽ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ अपनी अपनी जगहों पर आकर बैठ जाते थे. कारण क्या था? बच्चे उनसे कांपते, അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയാണ്. इसलिए तो ഈ ഗണിത പീരീഡിന്, ഈ ഡ്രിൽ പീരീഡിന് ഖേൽ ഖണ്ഡി കെ 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുമ്പേ തന്നെ ഈ അപ്പനി അപ്പനി ജഗഹോം പർ ആക്കർ ബൈറ്റ് ജാത്തി, അവരവരുടെ സ്ഥലത്ത് വന്നങ്ങ് ഇരിക്കും. കാരണം എന്താണെന്നറിയാമോ? സുരേന്ദർജി മാട്സാഗപ്പ് ഇസി പീരീഡ് മേ കാപ്പി ജാഞ്ചത്തെ ധേ. സുരേന്ദ്ര മാസാഗപ്പ് നോട്ട് ബുക്ക് പരിശോധിക്കുന്നത്, ഹോംവർക്ക് ഒക്കെ പരിശോധിക്കുന്നത് ഇസി പീരീഡ് മേ, ഈ പീരീഡിലാണ്. മനസ്സിലായോ? ഈ പീരീഡിൽ ജറാസി ഗലത്തി, അല്പം എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ബച്ചോങ്കു ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, ഇതർ ഉദർ ഫേങ്ക് ദേത്തെ, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടങ്ങ് വലിക്കും, കയ്യെ പിടിച്ച് വലിക്കും, തലയെ പിടിച്ച് വലിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇസ്ലിയെ വേ ഉൻസെ കാമ്പത്തെ, അദ്ദേഹത്തെ പേടിയുള്ളത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതർ ഉദർ ഫേങ്ക് ദേത്തെ. ചാബട്ട് മാറിനെ ലഗത്തെ, എന്നിട്ടോ അടിക്കും. ചാബട്ട് മാറിനെ ലഗത്തെ. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താത്തോ, വേറൊരു പ്രത്യേകതയാണ്. ഉൻകാ ഹാത്ത് ചലനാ ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിന്റെ അടി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രുക്കന ഫൂൾ ജാത്ത, നിർത്താൻ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് അങ്ങനെ ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദർജി മാട്സാഗപ്പിനെ ബേലാക്കെ ബാലോമേം പഞ്ചഫംസായ, കഹാം പഞ്ചഫംസായ, ബേലാക്കെ ബാലോമേം, ബേലയുടെ മുടിയിൽ കയറി പഞ്ചഫംസായ, കണ്ടോ? അപ്പി പിടിക്കുക, ഇങ്ങനെ പിടിച്ച് മുടിയിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പർ ഷായത് ജിസ് ഗലത്തിക്കോ പാക്കർ, എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു? ബാല് പകഡ്കർ, ഉസ്കെ ബാല് പകഡ്കർ ഫേങ്കിനെ വാലേ ദേ. മുടി നോട്ട്ബുക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ചത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മുടി പിടിച്ച് വലിക്കാൻ വേണ്ടിയാണ് മാട്സാഗപ്പ് ഫേങ്കിനെ വാലേ ദേ, വലിക്കുമായിരുന്നു. ലേക്കിൻ വഹ് ഗലത്തി ദി ഹി നഹി, പക്ഷെ അവക്ക് തെറ്റൊന്നുമില്ലായിരുന്നു. ഉന്നോനെ ബേലാക്കോ ചോട് ദിയ, അദ്ദേഹം എന്ത് ചെയ്തു? ബേലായെ അങ്ങ് വിട്ട് കളഞ്ഞു, ചോട് ദിയ. ബേലാക്കി ഭയഭീത് ചേഖരേക്കോ ദേക്കര്, ബേലയുടെ ഭയം നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ സാഹിൽ ബുരി തരക് ഡർ ഗയാദ, സാഹിലും അങ്ങ് ഭയന്നു. ഉൻസെ ദേക്കാക്കി, അവൻ കണ്ടു. ബേലാക്കെ പാവ് അഭിഭി കാമ്പുരകേ, ബേലയുടെ കാൽ അപ്പോഴും കാമ്പുരകേതേ, കാമ്പുരക വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസേ ബഹ് കടേ കടേ അഭി ഗിർജായേഗി, അവിടെ നിൽക്കുമ്പോൾ തന്നെ അവൾ മറിഞ്ഞു വീഴുമെന്ന രീതിയിൽ അത്രമാത്രം കടേ കടേ അഭി ഗിർജായേഗി. സുരേന്ദർജി മാട്സാഗപ്പിനെ കാപ്പിക്കോ ഉസ്കെ ബൈഠനെ കി ജഗഹ് പർ ഫേങ്ക്തെ ഹുയെ കഹ.
എന്നിട്ട് സുരേന്ദ്രൻ മാട്ട് സാഹബ് എന്ത് ചെയ്തു? കാപ്പി നോട്ട്ബുക്ക് അപ്പനി ബൈറ്റിനേക്ക് ജഗക്ക് पर फेंक थे ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു എറി ഇച്ചു കൊടുത്തു. നോട്ട്ബുക്ക് എടുത്ത് എറിഞ്ഞു. നല്ല സാറല്ല അല്ലയോ? എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ബൈറ്റ് അപ്പനി ജഗക്ക് पर ഇരിക്കുക അവിടെ. പക്ഷെ ലേക്കിൻ അവക്ക് എന്തില്ലായിരുന്നു? അവക്ക് ഗലത്തിഹീനകയും തെറ്റില്ലായിരുന്നു. ഗലത്തിദീഹീനകയും തെറ്റില്ലായിരുന്നു. എന്നിട്ട് കൂടി സുരേന്ദ്രൻ മാസ്റ്റർജി എന്ത് ചെയ്തു? कापी को उसके बैठने की जगह पर फेंकते हुए कहा बैठ अपनी जगह पर ഇരിക്കാൻ പറഞ്ഞു. എടുത്ത് എറിഞ്ഞായിട്ട് കൊടുത്തത്. മനസ്സിലായോ? ആ തെറ്റ് മറച്ചു വെക്കാൻ ആദ്യം എന്താ ചെയ്തത്? അവളുടെ മുടിയിൽ പിടിച്ചു. പഞ്ചാബ് ഹംസായ ബേലാക്കെ സിർ पर पंजाब हंसाया. എന്നിട്ടോ ഗലത്തി को पाकर वे उसके बाल पकड़कर फेंकने वाले थे. എറിയാൻ വേണ്ടിയായിരുന്നു. മനസ്സിലായല്ലോ? പിടിച്ചു വലിക്കാൻ വേണ്ടിയായിരുന്നു. മുടിയിൽ പിടിച്ചു വലിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എന്നിട്ട് തെറ്റില്ലെന്ന് കണ്ടപ്പോൾ അവളെ വിട്ടുകളയുകയും എന്നിട്ട് ബുക്കെടുത്ത് മാട്ട് സാഹബിനെ उसने बैठने की जगह पर फेंकते हुए क्या कहा? बैठ अपनी जगह पर. बेला का मन बहुत खराब हो गया. ബേലയുടെ മനസ്സ് വളരെയധികം മോശമായി. മാട്ട് സാഹബ് ചാഹെ മുझे पीड़ लेते. മാട്ട് സാഹബ് അടിക്കുന്നത് കൊണ്ടോ വഴക്ക് പറയുന്നത് കൊണ്ടോ ഒന്നുമല്ല. മഗർ സാഗിൽ കെ സാമിനെ നഹീം. ആരുടെ മുമ്പിൽ വേണ്ട? സാഗിൽ കെ സാമിനെ നോക്കേ ഉസ്കെ പാസ് ആക്കർ ബൈറ്റി. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? കാര്യം എന്താണ്? मगर सागिल के सामने कूद को शर्मिदा महसूस करने की थी. അവർക്ക് സാഹിലിന്റെ മുമ്പിൽ നാണക്കേട് അനുഭവപ്പെട്ടു. കാരണം ക്യാതാ? എന്താണ് കാരണം? സാഹിലിന്റെ മുമ്പിൽ നാണക്കേട് അനുഭവപ്പെടാൻ ചിലപ്പം പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. और सागिल के सामने कूद को शर्मिदा महसूस करने की थी. क्यों? എന്താ? क्योंकि वह जानती थी कि वह सागिल की नजर में बहुत अच्छी है. അതാണ് പരീക്ഷയ്ക്ക് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാ. മനസ്സിലായോ? എന്താണ്? സാഗിൽ കെ സാമിനെ കൂതുക്കോ ശർമിത. മാട്ട് സാഹബിന്റെ ക്ലാസ്സിലെ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ സാഗിൽ കെ സാമിനെ കൂതുക്കോ ശർമിത മഹസൂസ് കർലഗീതി. നാണക്കേട് അനുഭവപ്പെട്ടു. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. ജാൻതി ദീക്കി. അവൾ മനസ്സിലാക്കിയിരുന്നത് ഇതാണ്. സാഹിൽ കി നസർ മേം ബഹുത് അച്ചി ഹേ. സാഹിറിന്റെ കണ്ണിൽ ഞാനൊരു മിടുക്കി കുട്ടിയാണ്, ഞാനൊരു നല്ല കുട്ടിയാണ്. മനസ്സിലായോ? അങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് അവൾക്ക് മാട്ട് സാഹബ് ഇത് ചെയ്തപ്പോൾ സാഹിലിന്റെ മുമ്പിൽ അവൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടത്. ഉസ്കെ പാസ് ആക്കർ ബൈട്ടി. അവന്റെ അരികിൽ ചെന്ന് ഇരുന്നു. പക്ഷെ ഉസ്നെ നസർ നഹീ മിൽ പായി. അങ്ങോട്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നില്ല. കാരണം എന്താ? രണ്ടുപേർക്കും ഭയം അനുഭവപ്പെട്ടു. ഒരാൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടു, മറ്റേയാൾക്ക് വിഷമം അനുഭവപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കാതെ ഇങ്ങനെ ഇരുന്നു. അവിടെ ചെന്ന് ഇരുന്നെങ്കിലും അവർ പരസ്പരം നോക്കുവാനായിട്ട് അവർ തയ്യാറായില്ല. ഉസ്നെ നസർ നഹീ മിൽ പായി. അങ്ങോട്ട് നോക്കിയതേയില്ല. മനസ്സിലായോ? ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാട്ട് സാഹബ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗത്ത് മാട്ട് സാഹബിന്റെ ബുരേ അനുഭവ के बारे में ബേലാനെ ഡയറി അല്ലെന്നുണ്ടെങ്കിൽ സാഹിലിനെ ഡയറി ലിഖ. സാഹിൽ ഡയറി എഴുതി. രണ്ടുപേരുടെയും ക്ലാസ് അനുഭവ के बारे में, കക്ഷ के അനുഭവ के बारे में. മാട്ട് സാഹബിന്റെ പേരറിയാമല്ലോ.